ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോട്ട്സ്പോട്ട് സ്റ്റഡീസിലേക്ക് സ്വാഗതം. ഹോട്ട്സ്പോട്ട് സ്റ്റഡീസിൻ്റെ ഈ ലെക്ചറിൽ നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ തേർഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് മൊഡ്യൂളിൻ്റെ 4th ലെക്ചറാണിത്. ഈ ലെക്ചറിൽ നമ്മൾ കോമ്പോസിറ്റ് ഏരിയാസിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുൻപത്തെ 3 ലെക്ചറുകളിലായിട്ട് നമ്മൾ സെൻട്രോയിഡ് എന്താണെന്നും കുറച്ച് റെഗുലർ ഏരിയാസിൻ്റെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ ഇക്വേഷൻസ്, അതുപോലെ തന്നെ കോമ്പോസിറ്റ് ഏരിയാസിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണത് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ലെക്ചർ കാണുന്നതിന് മുന്നത്തെ 3 ലെക്ചറുകൾ കാണുക. അപ്പോൾ ആ ലെക്ചേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലൊക്കേറ്റ് ദി സെൻട്രോയിഡ് ഓഫ് ദി ഏരിയ ആസ് ഷോൺ ഇൻ ഫിഗർ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഏരിയയുടെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുക. ഇത്ര മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയർ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ ചെയ്യുന്നത് ഈ ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ നമ്മൾ ഒന്നുകൂടെ വരയ്ക്കുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തന്നിരിക്കുന്ന കോമ്പോസിറ്റ് ഏരിയയെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റെഗുലർ ഫിഗേഴ്സ് അല്ലെങ്കിൽ റെഗുലർ ഏരിയാസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇവിടെ 3 റെക്റ്റാങ്കിൾസ് ആയിട്ട് ഇവിടെ നമ്മൾ ഒരു ലൈൻ വരച്ചു, അതുപോലെ ഇവിടെ നമ്മളൊരു ലൈൻ വരച്ചു. അപ്പോൾ 3 റെക്റ്റാങ്കിൾസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ തന്നിരിക്കുന്ന ഫിഗറിന് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് റെക്റ്റാങ്കിൾ ഇത്, സെക്കൻഡ് റെക്റ്റാങ്കിൾ ഇത്, തേർഡ് റെക്റ്റാങ്കിൾ ഇത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ ഡിവൈഡ് ചെയ്ത ഓരോ ഏരിയയുടെയും സെൻട്രോയിഡുകൾ കണ്ടുപിടിക്കുക. ഇതാണല്ലോ നമ്മുടെ ഫസ്റ്റ് ഏരിയ. ഈ റെക്റ്റാങ്കിളാണ് നമ്മളുടെ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. നമ്മളതിനെ 1 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ 1 എന്ന് പറയുന്ന ഏരിയയുടെ സെൻട്രോയിഡ്, നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് എപ്പോഴും എവിടെ ആയിരിക്കും, അതിൻ്റെ സെൻറ്ററിലായിരിക്കും. നമ്മളിത് ആ സെൻട്രോയിഡിനെ G1 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്ത് അതിനെ ആ സെൻറ്റർ കൃത്യമായിട്ട് എവിടെയാണോ ആ സെൻട്രോയിഡ് ഈ ഒരു ഏരിയയുടെ സെൻട്രോയിഡ് വരുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്തു, ആ സെൻട്രോയിഡിനെ ഡിനോട്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മളത് ഈ ഏരിയയുടെ സെക്കൻഡ് ഏരിയയുടെ സെൻട്രോയിഡ് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ കൃത്യം സെൻട്രൽ, റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞ സെൻട്രലായിരിക്കും, അവിടെ നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. മൂന്നാമത്തെ ഏരിയയുടെയും സെൻട്രോയിഡ്, അതിൻ്റെ സെൻട്രോയിഡ് എവിടെയാണോ അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. എങ്ങനെ മാർക്ക് ചെയ്തു, G3 എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഏരിയയുടെ സെൻട്രോയിഡ് G1, സെക്കൻഡ് ഏരിയയുടെ സെൻട്രോയിഡ് G2, തേർഡ് ഏരിയയുടെ സെൻട്രോയിഡ് G3. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് ആക്സിസ് നമ്മുടെ ആക്സിസ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യുമ്പം എങ്ങനെയാണ് നമ്മൾ കൃത്യമായി പറഞ്ഞായിരുന്നു. ആദ്യം നമ്മൾ ഈ ഫിഗർ സിമെട്രിക് ആണോ എന്ന് നോക്കുക. ഫിഗർ സിമെട്രിക് ആണോ, എക്സ് ആക്സിനോ വൈ ആക്സിനോ രണ്ടിനും എന്തല്ല, സിമെട്രിക് അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിൻ്റ് കൂടി എക്സ് ആക്സ്, ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിൻ്റ് കൂടി എക്സ് ആക്സ്, അതുകൊണ്ട് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റിൽ കൂടി എന്ത് ചെയ്തു, വൈ ആക്സും നമ്മൾ ഡ്രോ ചെയ്തു. ഓക്കെ ആണല്ലോ. ഇത്രയുമാണ് നമ്മളുടെ ഫിഗർ എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിൽ നിന്നും നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫിഗർ നമ്മൾ എന്ത് ചെയ്യണം, ഡ്രോ ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ പാർട്ടിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പറയുകയാണ്. ഓക്കെ ആണല്ലോ. നമ്മൾ ഈ ഫസ്റ്റ് ഏരിയ മാത്രം വരച്ചു. നമ്മുടെ എക്സ് ആക്സ് അതുകൂട്ട് തന്നെ ഉണ്ട്, വൈ ആക്സ് അതുകൂട്ട് തന്നെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഏരിയ മാത്രം ഇങ്ങോട്ട് മാറ്റി വരച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കറിയാം ഇവിടുന്ന് G1 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, X1 വേണം, അതുകൂട്ട് തന്നെ Y1 വേണം. ഓക്കെ ആണല്ലോ. X1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ വൈ ആക്സിസ് മുതൽ ഈ സെൻട്രോയിഡ് വൈ ഡിസ്റ്റൻസ്. X1 എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ഈ വൈ ആക്സിസ് മുതൽ സെൻട്രോയിഡ് വൈ ഡിസ്റ്റൻസ് ആണെന്ത്, X1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ Y1 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ആക്സിസ് മുതൽ സെൻട്രോയിഡ് വൈ ഡിസ്റ്റൻസ് ആണെന്ത്, Y1 എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്തു. ഇവിടുന്ന് ഇവിടെ വരെ 14 സെൻറ്റിമീറ്റർ ആണ്. ഇവിടുന്ന് ഈ ഡയമെൻഷൻ ഇവിടുന്ന് ഇവിടം വരെ എത്രയാണ്,
14 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ് 2 സെൻറ്റിമീറ്റർ ആണ്. നമുക്കിവിടെ 2 സെൻറ്റിമീറ്റർ ഇവിടെ മാത്രമേ തന്നേപ്പോൾ ഉള്ളൂ. അതിനർത്ഥം ഈ ഫുൾ ഡയമെൻഷൻ എന്താണ് 2 സെൻറ്റിമീറ്റർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്കിത് ഇവിടുന്ന് ഇവിടം വരെയാണ് എന്തെന്ന് പറയുന്നത് x1 എന്ന് പറയുന്നത്. അപ്പം x1 എത്ര വരും? നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ കേസിൽ നമ്മുടെ x1 എന്താണോ അതിന് പാരലായിട്ട് കിടക്കുന്ന ഡയമെൻഷൻ്റെ പകുതിയാണ് എന്തെന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, അതിന് നമ്മൾ x1 എവിടം വരെയാണോ മാർക്ക് ചെയ്യുന്നത് അതിന് പാരലായിട്ട് കിടക്കുന്ന ഡയമെൻഷൻ, അതിന് പാരലായിട്ട് കിടക്കുന്ന എത്രയാണ് 14 ആണ്. അപ്പോൾ 14/2 7 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ന് പറയുന്നത് x1 എന്ന് പറയുന്നത്. നെക്സ്റ്റ് y1 നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തതാണ്. ഇവിടെ നിന്ന് ഇവിടം വരെ ആയിരിക്കും എന്ന് പറയുന്നത് y1 എന്ന് പറയുന്നത്. അപ്പം അതിന് പാരലായിട്ട് കിടക്കുന്ന ഡയമെൻഷൻ ഏതാണ്? അതിൻ്റെ പാരലായിട്ട് കിടക്കുന്ന ഡയമെൻഷൻ അതിൻ്റെ അതേ /2. അപ്പോൾ ഇവിടെ എന്താണ് പാരലായിട്ടുള്ള ഡയമെൻഷൻ എന്താണ് 2 /2 എത്ര വരും? 1 സെൻറ്റിമീറ്റർ വരും y1. അപ്പം ഫസ്റ്റ് G1ൻ്റെ കേസിൽ x1ഉം y1ഉം എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ശരിക്കുള്ള ഫോർമുല ലെങ്ത് /2 അല്ലെങ്കിൽ L/2 B/2 D/2 എന്നാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫോർമുല കാണാൻ പഠിക്കുന്നില്ല. നമ്മൾ എങ്ങനെ പഠിക്കുന്നുള്ളൂ? നമ്മളുടെ x1 അല്ലെങ്കിൽ നമ്മളുടെ x1 എന്താണോ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ x1 എത്ര ആണെന്ന് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ കാണാം ഇവിടുന്ന് ഇവിടം വരെയാണ് x1 എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പാരലായിട്ട് കിടക്കുന്ന സൈഡ് നോക്കുക, ഇതാണ് 14 സെൻറ്റിമീറ്റർ. അപ്പം 14/2 ആയിരിക്കും എന്ന് പറയുന്നത് x1 എന്ന് പറയുന്നത്. സിമിലർലി y1ൻ്റെ പാരലായിട്ട് കിടക്കുന്നത് 2, അപ്പോൾ 2/2 1 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഏരിയ ആണ്. റെക്റ്റാങ്കിൾ ആണ്, നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബെർത്ത് ആണ് ഏരിയ. ലെങ്ത് 14 സെൻറ്റിമീറ്റർ, ബെർത്ത് 2 സെൻറ്റിമീറ്റർ. അപ്പം 14 × 2 28 സെൻറ്റിമീറ്റർ സ്ക്വയർ. x1 14/2 7 സെൻറ്റിമീറ്റർ, y1 2/2 1 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ യൂണിറ്റുകൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ എപ്പോഴും എല്ലാം ഒറ്റ യൂണിറ്റിലേ ചെയ്യാവുള്ളൂ. അതായത് ഇപ്പം നമ്മൾ ഈ ലെങ്ത് സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ ബ്രെഡ്ത്തും സെൻറ്റിമീറ്റർ എടുക്കുക, അല്ലെങ്കിൽ ഏരിയ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണെങ്കിൽ x1 സെൻറ്റിമീറ്ററിലായിരിക്കണം, y1 സെൻറ്റിമീറ്ററിലായിരിക്കണം. അപ്പോൾ എല്ലാം എന്തിലായിരിക്കണം? ഒരൊറ്റ യൂണിറ്റിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ലെങ്ത് മീറ്ററിലും ബ്രെഡ്ത്ത് സെൻറ്റിമീറ്ററിലൊക്കെ തരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു യൂണിറ്റിൽ ഒറ്റ യൂണിറ്റിൽ ചെയ്യുക. സെൻറ്റിമീറ്ററിലാണെങ്കിൽ മൊത്തം എല്ലാ ലെങ്തുകളും സെൻറ്റിമീറ്റർ, എല്ലാ ഏരിയാസും സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നേരെ നെക്സ്റ്റ് ഫിഗറിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഏരിയ എടുത്തു. രണ്ടാമത്തെ ഏരിയ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി വരച്ചു. അതേ കൂട്ടാൻ ആ ഓറിയൻറ്റേഷൻ തന്നെ മാറ്റി വരച്ചു. നമ്മുടെ x ആക്സിസ് ഇവിടെ, y ആക്സിസ് ഇവിടെ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ നമ്മളുടെ x1 അല്ലെങ്കിൽ x2, ഇവിടെ കേസിൽ x എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുന്ന് നമ്മളുടെ സെൻട്രോയിഡ് വരെ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ന് പറയുന്നത് x2 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് സെൻട്രോയിഡ് വരെ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ന് പറയുന്നത് y2 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ആർക്കും അതിൽ സംശയമൊന്നുമില്ലല്ലോ. അതായത് x ആക്സിസ് മുതൽ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണെന്ത് y2. അതുകൊണ്ട് തന്നെ y ആക്സിസ് മുതൽ സെൻട്രോയിഡ് വരെ ഡിസ്റ്റൻസ് ആണെന്ത് x2 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ 20 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഡയമെൻഷൻ. അതെങ്ങനെ വന്ന് നോക്കാം. ഇവിടെ ടോട്ടൽ ഇവിടുന്ന് ഇവിടം വരെ എത്ര ഡയമെൻഷൻ? 24 സെൻറ്റിമീറ്റർ ആണ്. ഇവിടുന്ന് ഇവിടം വരെ എത്ര ഡയമെൻഷൻ? 24 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ 24 സെൻറ്റിമീറ്റർ നമ്മുടെ റെക്റ്റാങ്കിൾ, നമ്മുടെ സെക്കൻഡ് ഏരിയ എന്ന് പറഞ്ഞതാണ് ഇത്രയുമാണ് നമ്മുടെ സെക്കൻഡ് ഏരിയ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരു 2 സെൻറ്റിമീറ്റർ പോവും. അതുകൊണ്ട് ഇവിടുന്ന് എന്ത് ചെയ്യും? ഒരു 2 സെൻറ്റിമീറ്റർ പോകും. അപ്പോൾ മൊത്തം എത്ര പോയി? 4 സെൻറ്റിമീറ്റർ പോയി. ബാക്കി ഇത്രയെന്ന് പറഞ്ഞാൽ എത്ര വരും? 20 സെൻറ്റിമീറ്റർ. ബാക്കി ഇവിടുന്ന് ഇവിടം വരെ എത്ര വരും? 20 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഈ ഡയമെൻഷൻ എത്ര തന്നെയാണ്? 2 സെൻറ്റിമീറ്റർ തന്നെ, അതിൽ സംശയമൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് ഇവിടുന്ന് ഇവിടം വരെയാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ നമ്മുടെ y2 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടുന്ന് നമ്മുടെ x ആക്സിസ് മുതൽ സെൻട്രോയിഡ് വരെ ഡിസ്റ്റൻസ് ആണ് y2 എന്ന് പറയുന്നത്. അപ്പോൾ y2 = 12 സെൻറ്റിമീറ്റർ ആണ്. എത്രയാണ്? y2 = എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ്. 12 സെൻറ്റിമീറ്ററിനെ എങ്ങനെ നമുക്ക് കിട്ടിയെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടുന്ന് ഇവിടം വരെ എത്ര ആയിരിക്കും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുകൊണ്ട് അപ്പം ഇതിനകത്തിലാർക്ക് സംശയമില്ല, ഇവിടുന്ന് ഇവിടം വരെ 2 സെൻറ്റിമീറ്റർ ആയിരിക്കും ഡിസ്റ്റൻസ് പറയുന്നത്. ഇനി ഇവിടുന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. എത്ര? 10 സെൻറ്റിമീറ്റർ ആണ്. എങ്ങനെ വന്നു? നമുക്കറിയാം ഇതാണ് നമ്മളുടെ ഏരിയ, നമ്മുടെ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെക്റ്റാങ്കിളിൻ്റെ ഒറിജിനൽ സെൻട്രോയിഡ് ആണല്ലോ, സെൻട്രോയിഡ് ഡിസ്റ്റൻസ് ആണല്ലോ ഇവിടുന്ന് ഇവിടം വരെ എന്ന് പറയുന്നത്, ഈ എഡ്ജിൽ നിന്നും ഇവിടം വരെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അത് നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് പറയുന്നതായിരിക്കും അതിന് പാരലായിട്ട് കിടക്കുന്ന സൈഡ് എത്രയാണ്? 20 / 2 എത്ര വരും? 10. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് മൊത്തം ഇവിടുന്ന് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളുടെ x2 എന്ന് പറയുന്നത്, y2 എന്ന് പറയുന്നത്. അപ്പോൾ അത് മൊത്തം എത്ര വരും? ഇവിടുന്ന് ഇവിടം വരെ
ഇവിടുന്ന് ഇവിടം വരെ 2 സെൻറ്റിമീറ്ററും അതുപോലെ ഇവിടുന്ന് ഇവിടം വരെ 10 സെൻറ്റിമീറ്ററും മൊത്തം എത്ര വരും 12 സെൻറ്റിമീറ്റർ. ഇനി x2 നമുക്ക് എല്ലാവർക്കും അറിയാം y2 അപ്പം 2 + 20 / 2 = 12 സെൻറ്റിമീറ്റർ. ഇനി x2 ഇതാ ഇവിടുന്ന് ഇവിടം വരെയാണ് x2 എത്ര ആയിരിക്കും അത് അതിന് പാരലായിട്ട് കിടക്കുന്ന സൈഡ് 2 സെൻറ്റിമീറ്റർ / 2 എത്ര വരും 1 സെൻറ്റിമീറ്റർ. അപ്പം x2 = എത്രയാണ് 2/2 = 1 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് അടുത്ത് എന്താണ് വേണ്ടത് ഏരിയ. നമുക്കറിയാം ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് 20 ബ്രെഡ്ത്ത് 2 അപ്പോൾ 20 × എത്ര വരും 40 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും ഏരിയ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതാ ഈ ഏരിയ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. സിമിലർലി ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത കൂട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഓരോന്നായി കണ്ടുപിടിക്കുന്നു. x1ഉം x3യും y3യും കണ്ടുപിടിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് നോക്കാം. ഇവിടുന്ന് ഇവിടം വരെ 8 സെൻറ്റിമീറ്റർ, ഇവിടുന്ന് ഇവിടം വരെ 2 സെൻറ്റിമീറ്റർ ഫിഗറിൽ നിന്ന് കിട്ടി, സംശയമൊന്നുമില്ല. ഇനി ഇത് നമ്മുടെ x3 എന്ന് പറയുന്നതായിരിക്കും ഇവിടുന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ന് പറയുന്നത് x3. സിമിലർലി ഇത് ഇവിടുന്ന് ഇവിടം വരെ ആയിരിക്കുമല്ലോ y3 എന്ന് പറയുന്നത്. അപ്പം x ആക്സിൽ നിന്നും സെൻട്രോയിഡ് വരെ നമ്മുടെ ഫിഗറിൻ്റെ സെൻട്രോയിഡ് എവിടെയാണോ അതാണ് നമ്മളുടെ y3 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ x ആക്സിൽ നിന്നും നമ്മുടെ y ആക്സിൽ നിന്നും നമ്മുടെ സെൻട്രോയിഡ് നമ്മുടെ ഫിഗറിൻ്റെ സെൻട്രോയിഡ് എവിടെയാണോ അവിടെ വരെ ഡിസ്റ്റൻസ് ആണ് എന്ത് x3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. y3 23 സെൻറ്റിമീറ്റർ, y3 എന്ന് പറയുന്നത് 23 സെൻറ്റിമീറ്റർ ആണ്. എങ്ങനെ വന്നു നോക്കാം നമുക്ക്. ഈ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടം വരെ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് എത്ര വരും 2 സെൻറ്റിമീറ്റർ. ഇവിടുന്ന് ഇവിടം വരെ ബാക്കി എത്തുണ്ട് ഇവിടുന്ന് ഇവിടം വരെ എത്ര ഉണ്ട് 20 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടുന്ന് മൊത്തം എത്രയായി 22 സെൻറ്റിമീറ്റർ. ഇവിടുന്ന് ഇവിടം വരെ 2, ഇവിടുന്ന് ഇവിടം വരെ 2, ഇവിടുന്ന് ഇവിടം വരെ എത്ര ആണ് 20. ദെൻ ഈ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് നമുക്കറിയാം. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് പറയുന്നതാണ് യഥാർത്ഥ സെൻട്രോയിഡാണ്. അപ്പം അതിന് പാരലായിട്ട് എടുക്കുന്ന സൈഡ് നോക്കി 2 / 2 വരും. അപ്പോൾ y3 = എന്ത് വരും ഇവിടുത്തെ 2 പ്ലസ് ഈ 20 പ്ലസ് ഈ സൈഡ് 2 / 2. അപ്പോൾ മൊത്തം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും 23 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ. ഇനി x3 നമുക്ക് എല്ലാവർക്കും അറിയാം. x3 എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടുന്ന് ഇവിടം ഡിസ്റ്റൻസ് ആണ് x3 എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പാരലായിട്ട് കിടക്കുന്ന സൈഡ് 8 / 2. x3 = 8 / 2 4 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് എന്താണ് നമുക്ക് ഏരിയ വേണം. ഏരിയ എത്ര വരും ലെങ്ത് 8 ബ്രെഡ്ത്ത് 2 8 × 2 16 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം ഓരോ സെപ്പറേറ്റ് ചെയ്ത സ്പ്ലിറ്റ് ചെയ്ത ഓരോ ഏരിയയുടെ നമ്മൾ എന്ത് ചെയ്തു ഏരിയയുടെ വാല്യൂം അതുകൊണ്ട് തന്നെ x1 x2 x3 y1 y2 y3 നമ്മൾ എന്ത് ചെയ്തു കണ്ടുപിടിച്ചു. a1 x1 y1 a2 x2 y2 a3 x3 y3. അതിനുശേഷം നമ്മൾ എക്സ് ബാറിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. a1 x1 + a2 x2 + a3 x3 / a1 + a2 + a3. ഈ വാല്യൂസ് ഓരോന്ന് എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ ഉത്തരം കിട്ടും. സിമിലർലി y ബാർ a1 y1 + a2 y2 + a3 y3 / a1 + a2 + a3. ഓക്കെ, y ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഓരോന്നിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഉത്തരം റൗണ്ട് ചെയ്ത് 2 പോയിൻറ്റ്സ് റൗണ്ട് ചെയ്യാം. അതായത് ഇതിൻ്റെ ശരിക്കും ഉത്തരം 10.42885 എന്നങ്ങളാണ് ശരിക്കുള്ള ഉത്തരം. അപ്പോൾ അത് റൗണ്ട് ചെയ്തിട്ടാണ് 10.43 എന്ന് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ എപ്പോഴും റൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും 2 പോയിൻറ്റ്സിന് എന്ത് ചെയ്യുക റൗണ്ട് ചെയ്യുക. അതുപോലെ തന്നെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ സ്വന്തം കാൽക്കുലേറ്റർ തന്നെ യൂസ് ചെയ്യുക. നിർബന്ധമായിട്ടും കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത് കാൽക്കുലേറ്റർ ചെയ്ത് നിങ്ങൾ ഉത്തരം കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ ആണല്ലോ. കാൽക്കുലേറ്റർ സ്വന്തം കാൽക്കുലേറ്റർ തന്നെ യൂസ് ചെയ്യുക. എപ്പോഴും പറയേണ്ട കാര്യമാണ് കാൽക്കുലേറ്റർ സ്വന്തം കാൽക്കുലേറ്റർ തന്നെ യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലം ചെയ്ത് തന്നെ നോക്കുക. ഇതൊരു വട്ടം നമ്മൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കൃത്യമായി ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്രോബ്ലം, ലൊക്കേറ്റ് ദി സെൻട്രോയിഡ് ഓഫ് ദ ഐ സെക്ഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പം നമ്മൾ ശരിക്കും പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കിനും അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത തൊട്ട് ഓരോ ഏരിയയും സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഒറ്റ ഒരു ഫിഗർ വരച്ച് അതിനകത്ത് തന്നെ നമ്മൾ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നിനെയും സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തത്. അപ്പോൾ ഈ പ്രോബ്ലം അല്ലാതെ നമ്മൾ ചെയ്യുക, അതായത് ഒറ്റ ഫിഗറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഫിഗർ നമ്മൾ ക്വസ്റ്റ്യൻ ഫിഗറാണിത്. നമ്മൾ ഉത്തരം എഴുതാൻ വേണ്ടി വേറൊരു ഫിഗർ അതേ ഫിഗർ തന്നെ നമ്മൾ വരച്ചതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് പറഞ്ഞു, എന്താണ്
ആക്സിസ് വരയ്ക്കുക, അല്ലെങ്കിൽ ആക്സിസ് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആക്സിസ് കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കി ഈ ഫിഗർ സിമെട്രിക് ആണോ നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായി വൈ ആക്സിന് എന്താണ്, ഇത് സിമെട്രിക് ആണ്, എക്സ് ആക്സിന് സിമെട്രിക് അല്ലതാനും. അപ്പോൾ നമ്മൾ എക്സ് ആക്സ് എങ്ങനെ വരച്ചു, ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിന്റ് കൂടെ എന്ത് ചെയ്തു, എക്സ് ആക്സിസ് വരച്ചു. പിന്നെ സിമെട്രിക് ആയിട്ടുള്ള ആക്സിസ് കൂടെ നമ്മൾ എന്ത് വരച്ചു, വൈ ആക്സിസും വരച്ചു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ തന്നിരിക്കുന്ന കോമ്പോസിറ്റ് ഏരിയ നമ്മൾ എന്ത് ചെയ്യണം, റെഗുലർ ഏരിയാസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ദേ ഇവിടെ ഒരു ലൈൻ വരച്ചു, ഇവിടെ ഒരു ലൈൻ വരച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, 3 ഏരിയാസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഇത് A1, A2, ഇത് A3. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഓരോ ഏരിയയുടെ നമ്മൾ എന്ത് ചെയ്യണം, സെൻട്രോയിഡ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ഏരിയയുടെ സെൻട്രോയിഡ് ഇവിടെ ആയിരിക്കും. നമുക്കറിയാം ഒരു ഏരിയയെ ഒരു ഫിഗറിനെ നമുക്ക് സെൻട്രോയിഡൽ ആക്സിസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും, ആ സെൻട്രോയിഡൽ ആക്സിസ് തന്നെ ആയിരിക്കും. ഇനി ഇതൊരു റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് കൃത്യം നടുക്കായിരിക്കും. അപ്പോൾ ദേ മിഡിലായിട്ട് എന്ത് വന്നു, G1 വന്നു. ഫസ്റ്റ് ഏരിയയുടെ സെൻട്രോയിഡ് G1, സെക്കൻഡ് ഏരിയയുടെ സെൻട്രോയിഡ് G2, അതുപോലെ തന്നെ തേർഡ് ഏരിയയുടെ സെൻട്രോയിഡ് G3. അതുകൊണ്ട് തന്നെ ഈ റെക്റ്റാങ്കിളിൻ്റെ കൃത്യം മിഡിലായിട്ട്. നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, A1 ഈ ഫസ്റ്റ് ഏരിയയുടെ ലെങ്ത് 150 mm, ബ്രെഡ്ത്ത് 30 mm. A1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, A2 കാൽക്കുലേറ്റ് ചെയ്തു, A3 കാൽക്കുലേറ്റ് ചെയ്തു. ഫിഗറിൽ നമുക്ക് ഡയമെൻഷൻസ് കിട്ടും, ഏരിയാസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അതുപോലെ ഈ ഏരിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ഒരു ലെങ്തിന് ഇത് 30, ഇത് 20, അതുപോലെ ഇതും എന്താണ് 20 ആണ്. നെക്സ്റ്റ് നമ്മൾ ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് നമുക്ക് എക്സ് ബാർ കിട്ടും. കാര്യം എന്താണ്, വൈ ആക്സിന് സിമെട്രിക് ആയതുകൊണ്ട് എക്സ് ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അത് നമ്മൾ എഴുതി. ഇനി നമുക്ക് എന്ത് വേണം, വൈ ബാർ കണ്ടുപിടിക്കണം. വൈ ബാർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, Y1ഉം Y2ഉം Y3യും വേണം. ഓക്കെ ആണല്ലോ. അപ്പം Y1 ഓക്കെ, Y1 എന്ന് പറയുന്നത് എന്തായിരിക്കും, എന്താ നമ്മുടെ ഈ എക്സ് ആക്സ് മുതൽ ഈ സെൻട്രോയിഡ് വരെ ഡിസ്റ്റൻസ് ആയിരിക്കുമല്ലോ Y1 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാവുന്നത്, ഈ ലെങ്തിന് അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസിന് പാരലായിട്ട് കിടക്കുന്ന സൈഡ് എന്താണ്, 30 ഡിവൈഡ് ബൈ 2 എന്ത് വരും, 30 ഡിവൈഡ് ബൈ 2 = 15 mm Y1. നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം, Y2 വേണം. Y2 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടുന്ന് ഈ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് ആയിരിക്കുമല്ലോ Y2 എന്ന് പറയുന്നത്. നമ്മുടെ എക്സ് ആക്സിസിൻ്റെ അവിടെ നിന്നും ഈ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കുമല്ലോ Y2 എന്ന് പറയുന്നത്. എങ്ങനെ കിട്ടും നമുക്ക്, ഇവിടുന്ന് ഇവിടം വരെ എത്രയാണ്, ഇവിടുന്ന് ഇവിടം വരെ എത്രയാണ് 30, ഇവിടുന്ന് ഇവിടം വരെ എത്രയാണ് 30. ബാക്കി ഡിസ്റ്റൻസ് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെ ആണല്ലോ ബാക്കി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വരും. ഈ സെക്കൻഡ് ഏരിയയുടെ ഒറിജിനൽ സെൻട്രോയിഡ് ആണല്ലോ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആ ലെങ്തിന് പാരലായിട്ട് കിടക്കുന്ന സൈഡ് നോക്കുക, എത്രയാണ് 100. അതായത് ഈ ഏരിയയുടെ ലെങ്താണ് നോക്കണ്ടേ, ഇതിന് പാരലായിട്ട് കിടക്കുന്ന ലെങ്ത് എത്രയാണ് 100. അപ്പോൾ 100 ഡിവൈഡ് ബൈ 2. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് കിട്ടും Y2 = 30 + 100 ഡിവൈഡ് ബൈ 2 എത്ര വരും, 80 mm. എക്സ് ആക്സ് മുതൽ G3 വരെയുള്ള ഡിസ്റ്റൻസ് ആണല്ലോ Y3. എക്സ് ആക്സ് മുതൽ G3 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് Y3. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കിട്ടുക, ഇവിടെ നിന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് എത്രയാണ് 30, ഇവിടെ നിന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് എത്രയാണ് 100. അപ്പം 30 + 100 + ഇവിടെ നിന്ന് ഇവിടം വരെ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, നമ്മളുടെ ഈ ഒറിജിനൽ സെൻട്രോയിഡ് ആണല്ലോ. അപ്പോൾ എന്ത് വരും, അതിന് പാരലായിട്ട് കിടക്കുന്ന സൈഡ് 20 ഡിവൈഡ് ബൈ 2. അപ്പോൾ Y3 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 30 + 100 + 20 ഡിവൈഡ് ബൈ 2 എത്ര വരും, 140 mm. ഓക്കെ, അപ്പോൾ Y3യുമായി. ഇനി നമുക്കറിയാം വൈ ബാറിൻ്റെ ഇക്വേഷൻ എന്താണ്, A1 Y1 + A2 Y2 + A3 Y3 ഡിവൈഡ് ബൈ A1 + A2 + A3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഓരോ വാല്യൂസും, ഇതുപോലെ തന്നെ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് എത്ര കിട്ടും, 59.71 mm. അപ്പം എക്സ് ബാറും വൈ ബാറുമായി. ഓക്കെ.